ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. തുടർച്ചയായ 3 പരാജയങ്ങൾക്ക് ശേഷം ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 3-0 ബ്ലാസ്റ്റേഴ്സ് തകർത്തിരിക്കുന്നു. ആദ്യ പകുതിയിൽ ഗോൾ രഹിതമായിരുന്നു. നിരവധി അവസരങ്ങൾ ആദ്യ പകുതിയിൽ ലഭിച്ചെങ്കിൽ പോലും ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം രണ്ടാം പകുതിയിൽ ഒരു ഓൺ ഗോളാണ് ആദ്യമായി പിറന്നത്. അതിനുശേഷം നോഹ സദോയി, അലക്സാണ്ടർ കോയഫ് ഒക്കെ തന്നെ ഗോളുകൾ നേടി. അത്തരത്തിൽ 3 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയും ചെയ്തു. ഇതോടുകൂടി പുതിയ പരിശീലകന്റെ കീഴിൽ മത്സരം അടിപൊളിയായിരുന്നു. സൂപ്പർ. വളരെ രസകരമായിട്ടുള്ള മത്സരമായിരുന്നു. ആവേശകരമായിട്ടുള്ള മത്സരമായിരുന്നു. തീർച്ചയായിട്ടുള്ള വിജയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 3 കളി തോറ്റതിനു ശേഷം വിജയിച്ചിരിക്കുന്നു. നമ്മൾ വിജയിച്ചോ? അടിപൊളി കളി. തിരിച്ചു വരും. കപ്പും കൊണ്ട് ഇവിടുന്ന് പോകുള്ളൂ. കപ്പെടുക്കും. കളി അടിപൊളിയായിരുന്നു. നല്ല കളിയായിരുന്നു. നോവയുടെ ഒക്കെ നല്ല അടിപൊളി കിക്കൊക്കെ ആയിരുന്നു. ലൂണയുടെ ഒരു കലക്കൻ അടിയുണ്ടായി. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കളിയെല്ലാം അടിപൊളി പോലെ ലൂണ, മെസ്സി എല്ലാം അടിച്ചു പൊളിച്ചു. കളി പോരായിരുന്നു. ഇച്ചിരി കൂടി നന്നായിട്ട് കളിക്കണം. ഇത് ഈ ടീമായി ലൂക്കുള്ള ടീമായിട്ട് ഇങ്ങനെ കളിക്കണം. അടിപൊളി. ആദ്യ പകുതിയിൽ ഗോൾ ചീറ്റിയാലേ സൂപ്പർ. അടിപൊളി. ഒന്നും പറയാനില്ല. ഇനി തുടങ്ങാൻ പോണത് 12 കളി കഴിഞ്ഞ് അടുത്ത 12 തുടങ്ങിയാണ്. ഈ തുടക്കം ഉണ്ടല്ലോ അടിപൊളി. തകർക്കുന്നമ്മ ഇനി കേറി വരും ബ്ലാസ്റ്റേഴ്സ്. ആരാധകർക്ക് തന്നെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് നിരാശരായ നിരവധി ആരാധകർ ഈ മത്സരം കാണാൻ വരാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മഞ്ഞപ്പട അടക്കം ബഹിഷ്കരിക്കുന്ന പുറത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ലീഗിൽ പോയിന്റ് പട്ടികയിൽ അവസാനക്കാരാണെങ്കിൽ പോലും മുഹമ്മദൻസിനെതിരെ മികച്ച ഒരു വിജയം നേടി ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരവിന്റെ ചില സൂചനകൾ നൽകിയിരിക്കുന്നു. ചേട്ടാ, എങ്ങനെയായിരുന്നു മത്സരം? അടിപൊളി കളി, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? നല്ല മത്സരം. അടിപൊളി കളിയായിരുന്നു. എന്തായാലും മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ, ഇനി 11 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. 8-9 മത്സരങ്ങൾ വിജയിച്ചാൽ തന്നെ പ്ലേ ഓഫിൽ കയറാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് മികച്ച വിജയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കേരള എനിക്ക് ലൂണന്റെ കളി 3-0 അവരെ തോറ്റ്. ഒരു രക്ഷയില്ല. അടിപൊളി. ഒരു രക്ഷയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ ജയിച്ച്. ചേട്ടാ, കളി ഒരു രക്ഷയില്ല. പക്ഷെ ലൂണൊരു ഗോൾ അടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ട്. പക്ഷെ അടിക്കില്ല. ഇനി ഇതിനും കാട്ടി തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ ഉണ്ട്. തിരിച്ചു വരും ചെയ്യും ഞങ്ങൾ എന്ന് ഫാമോസ് ബ്ലാസ്റ്റേഴ്സ്. നല്ല കളിയായിരുന്നു. സൂപ്പർ. നല്ല കളി. പൊളിക്കളി. അങ്ങോട്ട് കയറുമ്പോൾ ഞങ്ങൾ പറഞ്ഞു 3-1. അവർ തിരിച്ചറിയാൻ പറ്റില്ല. 3 ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അടിപൊളി കളി. പക്ഷെ മഞ്ഞപ്പറിന്റെ കുറവ് മാത്രമേ അത് നമ്മൾ അടുത്ത കളി തരുവേ.
പ്രതീക്ഷിക്കാത്ത വിജയമായിരുന്നു, അടിപൊളി, സൂപ്പർ. പിന്നെ അടുത്ത കളി ഫസ്റ്റ് ഹാഫ് അലമാർ സെക്കൻഡ് ഹാഫ് പിടിച്ചു കയറി. മൂന്നാമത്തെ ഗോള് പ്രത്യേകിച്ച് ഒട്ടും പ്രതീക്ഷിച്ചില്ല, അത് നമ്മളെ എടുത്ത് KBLT അതാണ് ഇത്. ക്രിസ്മസ് സമ്മാനം കിട്ടി, ഇനി സമ്മാനം വേറെ വേണ്ട, കിട്ടി. ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും, പക്ഷെ നമ്മളെ ജയിച്ചു, അത്രേ ഉള്ളൂ. നല്ല ടീമാണോ? പിന്നെ പൊളി ടീം, വൈബ് ടീം. താരങ്ങളെ കൊണ്ടുവരണോ? കുറച്ചേരം കളഞ്ഞിട്ട് കുറച്ചേരം കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. കോച്ചിനെ മാറ്റിയത് ഭയങ്കര ബോറായി പോയി, ഭയങ്കര ബോറായി പോയി, മാറ്റേണ്ട ആവശ്യമില്ല. എല്ലാതും കൊണ്ട് നല്ല ടാക്ടിക്സ് വെച്ച് മുന്നേറും, അത്രേ ഉള്ളൂ. അടിപൊളി, ഒരു രക്ഷയില്ല. എപ്പോ മുന്നേറും, ഫൈനൽ കപ്പടിക്കും. അടിപൊളി കളിയായിരുന്നു. 3-1. ഇനി ലൂണയുടെ ഒരു ഗോൾ കൂടെ അടിക്കണം, അതോടെയാണ് ഞങ്ങൾ ആഗ്രഹം. ലൂണയ്ക്ക് കുറെ ചാൻസ് ഒക്കെ കിട്ടി, 2 ഓഫ് സൈഡൊക്കെ വന്ന്, അത്രേ ഉള്ളൂ. ഒന്നും പറയല, കിട്ടില്ല സിനിമ, ഒരു കിട്ടില്ല കളി. പൊളിയാളി, പൊളിയാളി, അത്രേ ഉള്ളൂ. വല്ലാത്തൊരു തിരിച്ചുവരവാണ്, വല്ലാത്തൊരു തിരിച്ചുവരവ്. ഈ ഒരു തിരിച്ചുവരവ് അടുത്ത മാച്ചിലും ഉണ്ടെങ്കിൽ വി ക്യാൻ ഗോ ടു ദ പ്ലേ ഓഫ്. അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ഫൈനൽ. പുതിയ ആൾക്കാരണ്ട, ഈ ടീം ഓക്കെയാണ്, ബട്ട് നമുക്ക് കൂടുതലുള്ള പ്ലേ ഓഫിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ടീമിനെ ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ വി ക്യാൻ ഗോ ടു ദ പ്ലേ ഓഫ്. ഫൈനലൊന്നും ഞാൻ പറയുന്നില്ല, വി ക്യാൻ അറ്റ്ലീസ്റ്റ് ഗോ ടു ദ പ്ലേ ഓഫ്. വി ക്യാൻ ഗോ ദാറ്റ്. 3-0 ഒന്നും പറയല്ല, ഒന്നും പറയല്ല, അടിപൊളി കളി. അമരല്ലാകിലിട്ടോടത്ത് ലക്ഷ്യമില്ലാതെ കളി. ഒന്നും പറയാനല്ലോ. അടിപൊളി കളിയായിരുന്നു, സൂപ്പർ കളിയായിരുന്നു. അടിപൊളി കളി, എല്ലാവരും കളി. രാവിലെ പറഞ്ഞിരുന്നു 3 ഗോള്, ആ 3 ഗോള് ഞങ്ങൾ ജയിച്ചിരിക്കണു. തുടങ്ങുന്നതിന് പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ ജയിച്ചു, ജയിക്കാൻ വേണ്ടി. ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമല്ല. ഇനി പുതിയ ഈ വർഷം അങ്ങനെ പോയാൽ അടുത്ത വർഷം ആകുമ്പോൾ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല ലൈനപ്പ് ആയിട്ടായിരിക്കും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ്.